അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്, കൈഫ ഹാലുക്കും യാ തുല്ലാബ്. സൈൻ 9ാം ക്ലാസ്സിലത്തെ എല്ലാ മക്കൾക്കും നമ്മുടെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഓൾറെഡി ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി, നല്ല മക്കളായി ഉഷാറായി പഠിച്ചു. ഇനി നമ്മളിൻ്റെ മുമ്പിലേക്ക് വരുന്നത് ക്രിസ്മസ് എക്സാമാണ്. ക്രിസ്മസും എക്സാമുമായി ബന്ധപ്പെട്ട് അറബി വിഷയം എടുക്കുന്നത് ഈ സാറാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ക്രിസ്മസ് എക്സാമിൽ നല്ല മാർക്ക് എന്ത് ചെയ്യണം, വാങ്ങണം. അതുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോഴേ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. എക്സാമിൻ്റെ തലേന്നോ എക്സാമിൻ്റെ ഒരു ദിവസം മുന്നേ പോയി ഇരുന്ന് പഠിച്ചാൽ ഒരു പക്ഷേ എന്താവില്ല, നമ്മൾ വിചാരിച്ച മാർക്ക് നമുക്ക് നേടാൻ കഴിയൂല. അപ്പോൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് തുടങ്ങണം. അതിനാണ് നേരത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ചാപ്റ്ററുകൾ ബേസിൽ എന്ത് ചെയ്യുന്നത്, ക്ലാസ് മനോഹരമായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി 2 ചാപ്റ്ററുകൾ 2 യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്തു, ഓൺ എക്സാമിന് വേണ്ടി എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെയും 4ാമത്തെയും യൂണിറ്റുകളാണ്. നോക്കൂ, അതിൽ 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ വഹദത്തു സാലിയ അസ്റാറു സിഹത്ത്, ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് അല്ലേ. ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ യൂണിറ്റ് മൊത്തം ടോട്ടലി പറയുന്നത്. നോക്കൂ മക്കളെ, നമ്മുടെ ആദ്യമായിട്ട് ചാപ്റ്ററിൽ വരുന്നത് എന്താണ്, അൽ ഒളിമ്പിയ അൽ കരിയ അല്ലേ. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാമത്തിലെ ഒളിമ്പിക്സ്. അപ്പോൾ ഒരു ഗ്രാമത്തിലെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മത്സരം അല്ലേ, ഒരു സ്പോർട്സ് മത്സരത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഗ്രാമീണർ ഒരുമിച്ച് കൂടിയിട്ടുള്ള, ഗ്രാമീണർ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പോർട്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതെന്താണ് സംഗതി, അൽ മുഖാബല മുബാഷിറ, അതായത് ഒരു ലൈവ് ഇൻ്റർവ്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ആ പാഠത്തിലൂടെ ഉടനീളം പറയുന്നത്. നോക്കൂ, നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. എല്ലാവരും സെറ്റല്ലേ, എല്ലാവരും ഓക്കെ ആണോ? നമുക്ക് എന്ത് ചെയ്യാം, പാഠത്തിലേക്ക് പോകാം അല്ലേ. നോക്കൂ, അൽ ഒളിമ്പിയ അൽ കരിയ, ഗ്രാമത്തിലെ ഒളിമ്പിക്സിനെ കുറിച്ച്, അതായത് ഗ്രാമത്തിലെ സ്പോർട്സിനെ കുറിച്ചാണ് പറയുന്നത്. നസ്തമിയു ഇലൽ ബലാഗ്, നസ്തമിയു നമുക്ക് കേൾക്കാം, ഇലൽ ബലാഗ് എന്ത് ചെയ്യാം, നമുക്ക് അനൗൺസ്മെൻറ്റിലേക്ക് ശ്രദ്ധിക്കാം, അനൗൺസ്മെൻറ്റ് കേൾക്കാം. നോക്കൂ, അവിടെ നിന്ന് ഒരു ദൂരെ നിന്നൊരു അനൗൺസ്മെൻറ്റ് പറയുന്നുണ്ട്. എന്ത്, യുർജാ മിനൽ മുശാരിഖീന ഫി സിബാഖി സലാസത്തിൽ ആലാഫി മീറ്റർ അതവജ്ജു ഇലൽ മസാർ, അതായത് 3000 കിലോമീറ്റർ ഓടാനുള്ള ആളുകളോട് ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ യുർജ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ പറയുന്നു എന്ത്, മിനൽ മുശാരിഖീന, ആരോട്, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട്. എന്തിനു വേണ്ടിയിട്ട്, ഫിസ്ബാക്കി, ഏത് മത്സരത്തിലാണ്, ഫിസ്ബാക്കി സലാസത്തി ആലാഫിൻ. അപ്പോൾ 3000 കിലോമീറ്റർ ഓട്ട മത്സരത്തിന് മീറ്റർ, 3000 കിലോമീറ്റർ ഓട്ട മത്സരത്തിലുള്ള ആളുകളോട് ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്, തവജ്ജു ഇലൽ മസാർ, തവജ്ജു നീങ്ങാൻ വേണ്ടിയിട്ട്, എവിടേക്ക്, ഇലൽ മസാർ. മസാർ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാക്കിലേക്ക്. അപ്പോൾ 3000 കിലോമീറ്റർ ഓടുന്ന ആളുകളോട് ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. നോക്കൂ, ഇൻതഹ സിബാഖു സലാസത്തി ആലാഫിൽ മീറ്റർ, ഇൻതഹ എന്ന് പറഞ്ഞാൽ എന്താ, അവസാനിച്ചു അല്ലേ. സിബാഖു സലാസ ആലാഫിൽ മീറ്റർ, അപ്പോൾ 3000 കിലോമീറ്റർ ഉള്ള ഓട്ട മത്സരം എന്തായി, മത്സരം ഇവിടെ അവസാനിച്ചു. ഫാസ അബ്ദുള്ള ബിൽ മർക്കസിൽ അവൽ, നമ്മളെ അബ്ദുള്ള എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഫാസ പറഞ്ഞാൽ വിജയിച്ചു അല്ലേ. അൽഫാസ അബ്ദുള്ള വിജയിച്ചു. ബിമർക്കസിൽ അവൽ, 1ാം സ്ഥാനം കരസ്ഥമാക്കുക. മർക്കസിൽ അവർ എന്താ, ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കി. ഇർത്തഫത്തിൽ എന്താ, ഉയർന്നു. എന്തുയർന്നു, സഗാരീദു എന്ന് പറഞ്ഞാൽ ആരവം, ആരവത്തിനാണ് എന്തെന്ന് പറയുക, സഗാരീദ് എന്ന് പറയാം. അപ്പോൾ സഗാരീദ് പറഞ്ഞാൽ ആരവം ഉയർന്നു. ബി തസ്തീഹി വ തസ്വീഖ് അല്ലേ, കയ്യടികൾ കൊണ്ടും അതുപോലെ തന്നെ ഒച്ചപ്പാടുകൾ കൊണ്ടുമുള്ള ആരവങ്ങൾ എന്തായി, പ്രോത്സാഹനങ്ങൾ കൊണ്ടുള്ള ആരവങ്ങൾ മുഴങ്ങി. നോക്കൂ, തസ്ജീ എന്ന് പറഞ്ഞാൽ എന്താ, പ്രോത്സാഹനങ്ങൾ. അതുപോലെ തന്നെ തസ്വീഖ് എന്ന് പറഞ്ഞാൽ ക്ലാപ്പടികൾ. അപ്പം ക്ലാപ്പടികൾ കൊണ്ടും അതുപോലെ തന്നെ പ്രോത്സാഹനങ്ങൾ കൊണ്ടുള്ള ആരവങ്ങൾ ഉയർന്നു. കാരണം എന്താ, അക്ബറുൽ മുത്തസാബിക്കീന സിന്നൻ, വയസ്സിനാൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളാണ് ആര്, നമ്മുടെ അബ്ദുള്ള എന്നുള്ളത്. നോക്കൂ, കല്ലദഹു അൽ വസീർ അക്ബറുൽ മുത്തസാബിക്കീന സിന്നൻ, അദ്ദേഹമാണ് പ്രായം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്ന ഏജുള്ള ആൾ. എന്നിട്ട് അദ്ദേഹമാണ് എന്തും ചെയ്യുന്നത്, 3000 കിലോമീറ്റർ ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് സ്ഥാനം വാങ്ങുന്നത്. നോക്കൂ, കല്ലദഹു, അദ്ദേഹത്തെ എന്തായി, അണിയിച്ചു എന്നുള്ളതിനാണ് കല്ലദ എന്ന് പറയുക. ആരണിയിച്ചു, അൽ വസീർ, മന്ത്രി അല്ലേ. അപ്പോൾ കായിക മന്ത്രി അണിയിച്ചു. അൽ വിസാമു ദഹബി, സ്വർണ്ണ മെഡൽ, ഗോൾഡ് മെഡൽ. അപ്പോൾ ഗോൾഡ് മെഡൽ എന്ത് ചെയ്തു, നമ്മുടെ അബ്ദുള്ളക്ക് കൊടുത്തു. തസാഹമ ഔലഹു, തസാമഹ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടി, തസാഹമ
മഅലഹു അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുമിച്ച് കൂടി. ആരൊരുമിച്ച് കൂടി? അൽ മുറാസിലൂൻ റിപ്പോർട്ടേഴ്സ് ഒരുമിച്ച് കൂടി. റിപ്പോർട്ടേഴ്സ്, TV റിപ്പോർട്ടേഴ്സ്, ചാനൽ റിപ്പോർട്ടേഴ്സ്, മിനൽ കനാവാത്തി എന്തിൽ നിന്നുള്ള ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ എടുക്കൽ ഒരുമിച്ച് കൂടി. മുഖ്തലിഫത്തിൽ മുക്കാബില വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ള ആളുകൾ എന്ത് ചെയ്തു? വ്യത്യസ്ത ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടർ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. അപ്പോൾ നമ്മുടെ നാട്ടിലും ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ മറ്റേതോ ഇനത്തിലോ ഒക്കെ ആരെങ്കിലും ജയിച്ചാൽ എന്ത് ചെയ്യും? മീഡിയ വങ്, അതുപോലെ തന്നെ റിപ്പോർട്ടർ, അതുപോലെ തന്നെ 24, അതുപോലെ തന്നെ ഏതൊക്കെ ചാനലുകളുണ്ടോ കൈരളി, എല്ലാ ചാനലിൻ്റെ ടീമും എന്ത് ചെയ്യൂ? മൈക്കും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. സാർ എന്താണ് പറയാനുള്ളത്, എന്താണ് നിങ്ങളുടെ ഈ വിജയത്തിൻ്റെ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും? ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റും കൂടും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും എന്ത് ചെയ്തു? ഒരുപാട് റിപ്പോർട്ടേഴ്സ് കൂടും. നോക്കൂ, അൽ മുറാസിൽ റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, നുഖദ്ദിമു അജ്മല തഹാനി അലാ ഇൻജാസിക, നിങ്ങളുടെ ഈ വിജയത്തിൽ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ബിമാദ തഷ്അറു അൽ ആൻ, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു അല്ലേ? അപ്പോൾ ഇത്രയും ആളുകൾ പങ്കെടുത്തിട്ട് ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ആ മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പം ചോദിക്കുകയാണ്, ബിമാദ തഷ്അറു അൽ ആൻ, നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അബ്ദുള്ള. അപ്പോൾ അബ്ദുള്ള പറയാണെന്ത്? അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അനഫി ആയത്തി സുറൂർ, ഞാൻ വളരെ അങ്ങേയറ്റത്തിലുള്ള, ആയത്ത് സുറൂർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തിലുള്ള സന്തോഷവാനാണ്. നോക്കൂ, ആയത്ത് സുറൂർ അങ്ങേയറ്റത്തിലുള്ള സന്തോഷവാനാണ്. അൽ മുറാസിൽ റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, നഹ്നു നുശാരികു ഫീ മസറത്തിക കൈഫ ഇസ്തതഅത ആദാ, ഞങ്ങൾ നിങ്ങളുടെ പരിശ്രമത്തെ എന്ത് ചെയ്യുന്നു? മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കൈഫ ഇസ്തതഅത ആദാ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പോസിബിൾ ആയത് അല്ലേ? ഇത്രയും വലിയ പ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഓട്ട മത്സരത്തിൽ 3000 കിലോമീറ്റർ ഓട്ട മത്സരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഫസ്റ്റ് കിട്ടി എന്നുള്ള ചോദ്യത്തിന് നമ്മൾ അബ്ദുള്ള പറയുന്നുണ്ട്, ബി മുമാറസത്തിൽ മുസ്തമിറ, നിരന്തരമായിട്ടുള്ള പരിശ്രമം. അതിനാണ് എന്തെന്ന് പറയുക? മുമാറസത്തിൽ മുസ്തമിറ. മുമാറസത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. മുമാറസത്ത് പറഞ്ഞാൽ പ്രാക്ടീസ്. എങ്ങനത്തെ പ്രാക്ടീസാണ്? അൽ മുസ്തമിറ, നിരന്തരമായിട്ടുള്ള. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിജയം കൈവരിക്കുന്നത്. അൽ മുറാസിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പറയാണ്, മിൻ ഫളിക്ക് കം ഉംരിക അൽ ആന. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, മിൻ ഫളിക്ക്, അതെ വരെ താങ്ക്സ്, കം ഉംരിക്കൽ ആന, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഏജായി, എത്ര വയസ്സായി ചോദിച്ചപ്പോൾ നമ്മുടെ അബ്ദുള്ള പറയുന്നുണ്ട്, അന ഫിസാനി വസമാനീൻ. എത്ര സാനി വസമാനീൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര മക്കളെ? സാനി എന്ന് പറഞ്ഞാൽ 2, വസമാനി എന്ന് പറഞ്ഞാൽ എത്ര? 80. അപ്പോൾ നോക്കൂ, 82 വയസ്സുള്ള അബ്ദുള്ള. നോക്കൂ, അബ്ദുള്ളക്ക് എത്ര വയസ്സാണ്? 82 വയസ്സാണ്. ആ 82 വയസ്സുള്ള അബ്ദുള്ളയാണ് എന്ത് ചെയ്യുന്നത്? 1ാം സ്ഥാനം വാങ്ങുന്നത്. അൽ മുറാസിൽ മാഷാ അല്ലാ മാ സിൽത നശീതൻ മുംകിന അൻ ഉഖ്ബിർനാ സിർറ സിഹാതിക. എന്നിട്ട് അദ്ദേഹം റിപ്പോർട്ടേഴ്സ് തന്നെ നെട്ടിപ്പോവാണ്. മാഷാ അല്ലാ, എന്താ പറയുന്നത്? മാ സിൽത നശീതൻ മുംകിന അൻ തുഖ്ബിർനാ സിർറ സിഹതിക, നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ, നിങ്ങളുടെ ഈ ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്. ആ സമയം നോക്കൂ, അബ്ദുള്ള പറഞ്ഞു, ബി തഹ്കീർ, തീർച്ചയായിട്ടും. എന്നിട്ട് അദ്ദേഹം പറയാണെന്ത്? കരിയത്തുന തഅലബു ദൗറൻ കബീറൻ ഫി ആദത്തിന അൽ യൗമിയ, ഞങ്ങളുടെ ഗ്രാമം, ആ ഗ്രാമം എന്ത് ചെയ്യുന്നുണ്ട്? തലഅബ് ദൗറൻ, വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. തലഅബ് ദൗർ എന്ന് പറഞ്ഞാൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എന്തിന്? ഫി ആയത്തിന അൽ യൗമിയ, എല്ലാ ദിവസത്തിലും എന്ത് ചെയ്യുന്നു? ഈ ദിവസത്തിൽ ഞങ്ങളുടെ ഗ്രാമം എന്ത് ചെയ്യുന്നു? വളരെയധികം വലിയ പങ്ക് വഹിക്കുന്നു. കാരണം എന്താ? അഹ്തമു ദായിമൻ ബിൽ ഒദാ, എന്നോട് പറയാണെന്ത്? അഹ്തമു, ഞാൻ നിയന്ത്രിക്കുന്നു. അദ്ദായിമ ബിൽ ഒദാ സി, ഞാൻ എന്ത് ചെയ്യുന്നു? രാത്രി എൻ്റെ ഭക്ഷണത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. അപ്പോൾ നമ്മളോട് റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ചോദിച്ചപ്പോൾ നമ്മുടെ അബ്ദുള്ള പറയാണ് എന്ത്? അഹ്തമു, ഞാൻ ശ്രദ്ധിക്കുന്നു. ദായിമൻ, എപ്പോഴും നാം ശ്രദ്ധിക്കുന്നു. എന്ത് കാര്യത്തിൽ? ബിൽ അല്ലേ, ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല പച്ചക്കറികൾ, നല്ല മാംസങ്ങൾ, നല്ല വെജിറ്റബിൾ ഐറ്റംസ് തന്നെയാണ് ഞാൻ എപ്പോഴും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഇത്തരം മികച്ച ഒരു ജീവിതം, ഒരു ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിച്ചത്. നോക്കൂ, നശാത്തിൽ ബദനിയ, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. നശാത്തിൽ ബദനി, എൻ്റെ ആരോഗ്യത്തെ. അപ്പോൾ എക്സസൈസുകൾ ചെയ്ത് അല്ലേ, എക്സസൈസുകൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആരോഗ്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തർഫീൽ അഖ്ലി, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ മാനസിക നിലയെ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. അപ്പോൾ മാനസിക നിലയെ ക്രമീകരിക്കുന്നു. തർഫീൽ അഖ്ലി, എൻ്റെ മാനസിക നിലയെ ക്രമീകരിക്കുന്നു. നശാത്തിൽ ബദനി, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആരോഗ്യത്തെ അല്ലേ, സ്വന്തം ആരോഗ്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ അഹ്തമു ദായിമൻ ബിൽ വദാഇ സിഹി, ഞാൻ ആരോഗ്യകരമായ ഭക്ഷണത്തെ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ മുറാസിൽ
നമ്മൾ റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ് എന്ത് മുംകിൻ അൻ തുവല്ലിഹു ആദതിക ഫിൽ ഗദാ ഫിൽ ഇഗ്ദാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള ആ ഒരു ക്രമീകരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അബ്ദുള്ള പറഞ്ഞു തൊബഖൻ, തീർച്ചയായും ഞാൻ പറഞ്ഞു തരാം. അൽ ജുസുഉൽ മുഹിമ്മു മിൻ തുആമി മുൻതജാതുന അൽ മഹല്ലിയ. എന്നിട്ട് അദ്ദേഹം പറയണം, നമ്മൾ അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ. എന്താ പറയുന്നതെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്നുള്ളത് അതെന്താ അറിയോ? മുൻതജാതുന അൽ മഹല്ലിയ, ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള, ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്താണ് പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് അധികമായിട്ടും കഴിക്കുന്നത്. മിനൽ ലഹൂം, എന്തിൽ നിന്ന്? ഇറച്ചികളിൽ നിന്ന്. അപ്പോൾ ഇറച്ചി കോഴിയൊക്കെ കഴിക്കുമ്പോൾ എന്താണ് സ്വന്തം നാടുകളിൽ ഉണ്ടാക്കിയ, അപ്പോൾ എവിടെന്നോ കൊണ്ടുവരാത്ത, സ്വന്തം നാട്ടിൽ ഒരു കീടനാശിനികളും വെക്കാതെ സ്വന്തം നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത ഇറച്ചികളാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രമേൽ മെച്ചപ്പെട്ടത്. പിന്നെ പറയാണെന്ത് വൽഹുല്ലറി, ഞാൻ എന്ത് ചെയ്യുന്നു നല്ലോണം പച്ചക്കറികൾ, വെജിറ്റബിൾ ഐറ്റംസ് കഴിക്കുന്നു. അതുപോലെ തന്നെ ഫവാഖീന, നല്ല പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നു. അല്ലേ? നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ടീംസ് എന്താ, നമ്മുടെ ഏജിലുള്ള ആളുകൾ എന്താ കഴിക്കുന്നത്? എപ്പോഴും മന്തി, എപ്പോഴും അൽഫാം, എപ്പോഴും ഷവായ. അല്ലേ? ഇത് നിരന്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും രാത്രി നേരം വൈകി കഴിക്കുന്നു. ആരും നേരത്തെ ഫുഡ് കഴിക്കാൻ തയ്യാറില്ലല്ലോ. ഇപ്പം കഴിക്കുന്നവരൊക്കെ നേരം വൈകിട്ടാണ് കഴിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ആരോഗ്യനില എന്ത് ചെയ്യും? മെച്ചപ്പെടൽ വളരെ കുറയും. പക്ഷേ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണെങ്കിലോ എപ്പോഴും നല്ല പച്ചക്കറികൾ, നല്ല വെജിറ്റബിൾ ഐറ്റംസ്, നല്ല പ്രോട്ടീൻ ഭക്ഷണങ്ങളായിരുന്നു പണ്ടുള്ളവർ കഴിച്ചിരുന്നത്. ഇപ്പോഴത്തെ തലമുറ എന്ത് ചെയ്തു? നമ്മൾ മെല്ലെ 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 ഫാസ്റ്റ് ഫുഡിലേക്ക് എന്ത് ചെയ്തു? നീങ്ങി. ഇനി പറയാണ് കല്ലമാ തനാവുൽ വജാബത്ത് സെരിയത്ത് വസുക്കരിയാത്ത്, മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകളും എന്ത് ചെയ്യും? അദ്ദേഹം വളരെ ചുരുക്കം മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. നോക്കൂ, അൽ മുറാസിൽ പറയാണ് മിൻ ഫളിക് അഫിദ്ന ബി നശാത്തികൽ ബദനിയ, ഞങ്ങൾക്ക് അപ്പോൾ മിൻ ഫളിക്, നിങ്ങളുടെ പ്ലീസ് നിങ്ങൾ എന്ത് ചെയ്യണം? അഫിദിന ബിൻ നശാത്തികൽ ബദനിയ, ഇനി നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഫിഗലൻ, തീർച്ചയായും അക്കൂബു ബി മുമാറസത്തിൻ നശാത്തിൽ ബദനിയ ബിൽ ഇൻതിലാം. അദ്ദേഹം പറയാണ് ഞാനെന്ത് ചെയ്യുന്നു? എൻ്റെ ശരീരത്തിൻ്റെ ബദനീയായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ രഹസ്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ആരോഗ്യത്തെ നല്ലവണ്ണം എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അപ്പോൾ ആരോഗ്യത്തെ മെച്ചപ്പെട്ട രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു എന്ന് ആര് പറയുന്നു? നമ്മുടെ അബ്ദുള്ള പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഫുഡിൻ്റെ എങ്ങനെ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും പച്ചക്കറികൾ കഴിക്കുന്നു, അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ഇറച്ചികളൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടാക്കിയ, സ്വന്തം നാട്ടിൽ നിന്നുണ്ടാക്കി കണ്ടെത്തുന്ന ഇറച്ചികൾ കഴിക്കുന്നു എന്ന് പറഞ്ഞു. ആരോഗ്യത്തിൻ്റെ രഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ആരോഗ്യത്തെ എന്ത് ചെയ്യുന്നു? വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നു. നോക്കൂ മക്കളെ, ഇനി നമ്മളോട് കാര്യം പറയുന്നത് നക്റഹു വ നഫ്ഹമു, നമുക്ക് വായിക്കാം എന്നിട്ട് മനസ്സിലാക്കാം. മുംകിനു അൻ ഉതവല്ലിയ ആദതിക ഫിൽ തആം, മുംകിനു അൻ തുവല്ലിയ ആദതിക ഫിൽ തആം, മുംകിനു അൻ തുസാഇദനി അലാ തൗസീഉൽ കുതുബ്, മുംകിനു അൻ തജ്ലിസ ഹുന. അപ്പോൾ മുംകിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കുമെന്നാണ്. മുംകിനു, എനിക്ക് സാധിക്കും. അൻ തജ്ലിസ, മുംകിൻ അൻ തജ്ലിസ ഹുന, മുംകിൻ എന്ന് പറഞ്ഞാൽ കുടിയു, നിനക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ മുംകിൻ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മുംകിനുവിന് ശേഷം എന്ത് വരും? അൻ വരും. അന്നിന് ശേഷം തജ്ലുസ എന്നുള്ള മുലാരിക്ക് എന്തായിരിക്കും മക്കളെ? അത് ഫത ആയിരിക്കും. മനസ്സിലായോ? നോക്കൂ, മുംകിനു എന്ന് പറഞ്ഞാൽ കുടിയു പ്ലീസ്, അല്ലേ? നിനക്ക് സാധിക്കുമോ എന്നുള്ള അർത്ഥമാണ് മുംകിനു എന്നുള്ളത്. അപ്പം മുംകിനു അൻ തജ്ലിസഹുന, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുമോ? നമ്മൾ ഒരാളോട് ചോദിക്കൂ അല്ലേ, കുഡ് യു പ്ലീസ് സിറ്റ് ദർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കാനാണ് എന്ത് ചെയ്യുന്നത്? മുംകിനു എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുംകിനു എന്നുള്ളത് നമ്മൾ കൊണ്ടുവരുന്നത് എപ്പോഴാണ്? സാധിക്കുമോ എന്ന് ചോദിക്കാനാണ്. അപ്പം മുംകിനുക്ക് ശേഷം എന്ത് വരും? അൻ എന്നുള്ളത് വരും. അൻ എന്ന അറഫ് വരും. അൻ എന്ന ഹർഫിന് ശേഷം തജ്ലുസ. അപ്പോൾ അന്നിന് ശേഷം വരുന്ന എല്ലാ ഫീലുകൾക്കും, അന്നിന് ശേഷം വരുന്ന എല്ലാ മുലാരിയായ ഫീലുകൾക്കും അവിടെ ഫത ആയിരിക്കും. നോക്കൂ മക്കളെ, അൻ തുവല്ലിഹ എന്നുള്ളിടത്ത് എന്താണ്? ആ ഹാക്ക് ഫത ആണ്. അൻ തുസാഇദ എന്നുള്ളിടത്ത് നോക്കൂ, ആ ദാലിന് എന്താണുള്ളത്? ഫത ആണുള്ളത്. അതുപോലെ തന്നെ തജ്ലിസ എന്നുള്ളിടത്ത് സീനിന് എന്താണുള്ളത്? ഫത ആണുള്ളത്. അപ്പം പഠിച്ചു വെക്കുക, അൻ എന്നുള്ള ഹർഫിന് ശേഷം, അൻ എന്ന് നിങ്ങൾ കണ്ടാൽ അതിന് ശേഷം വരുന്ന മുലാരിയായ ഫീലിന് ഫതേ വരൂ, നസ്ബേ വരൂ, പിന്നെ ഒരിക്കലും എന്ത് വരൂല? റഫും വരൂല, കെസറും വരൂല. അപ്പോൾ അൻ എന്ന് പറയുന്ന ഹർഫിന് ശേഷം വരുന്ന ഫിഇല്, മുലാരിയായ ഫിഇലിന് പൊന്നുമക്കളെ ശ്രദ്ധിച്ച് വെച്ചോളുക, എപ്പോഴും ഫതേ വരൂ. സാറേ അറഫിന് ഒരിക്കലും അൻ എന്ന് പറഞ്ഞതിന് ശേഷം വരുന്ന മുലാരിന് ഫതേ വരൂ, കെസറ് വരൂല, റഫും വരൂല, നസ്ബേ വരൂ. പഠിച്ചു വെച്ചോളൂ, സെറ്റാക്കി വെച്ചോളൂ. നോക്കൂ, എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്?
ഇതൊന്ന് ഫില്ലാക്കാനാണ്. എത്ര സിമ്പിളായിട്ട് ഫില്ലാക്കുക. ഇവിടെ നമ്മൾ ആദ്യം എഴുതി കൊടുക്കേണ്ടത് എന്താണ്? മുംകിനു എന്ന് പറഞ്ഞ് മാത്രം എഴുതി കൊടുത്താൽ മതി. മുംകിനു അൻ തതകല്ലമ മഈ ഖലീലൻ. മുംകിനു നിനക്ക് സാധിക്കുമോ? അൻ തതകല്ലമ. നോക്കൂ, അന്നിന് ശേഷം വരുന്ന മുളാരിയായ ഫീലിന് അൻ തതകല്ലമ എന്നുള്ളിടത്ത് എന്താണ്? ആ മാക്ക് എന്താണ്? നെസ്ബാണ്. കാരണം എന്താ? തൊട്ടു മുന്നേ അന്ന് വന്നു. മഈ ഖലീൽ, എൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കാൻ കഴിയുമോ? നോക്കൂ, നമ്മളോട് ഇവിടെ ചേർത്ത് കൊടുക്കാൻ എന്താ പറയുന്നത്? മുംകിനു നിനക്ക് സാധിക്കുമോ? എന്ത്? അൻ തഗ്ലബ. അൻ തഗ്ലബ. അൻ എന്നുള്ള ഹർഫിന് ശേഷം തഗ്ലബ. ബാഇന് എന്താ മക്കളെ? നെസ്ബാണ് വന്നത്. കാരണം എന്താ? തൊട്ടു മുന്നേ അന്ന് വന്നു. അപ്പം പഠിച്ചു വെച്ചോളൂ, സെറ്റാക്കി വെച്ചോളൂ മക്കളെ. അന്നെന്ന് പറയുന്ന ഹർഫിന് ശേഷം മുളാരിയായിട്ടുള്ള ഫിഇൽ വന്നാൽ ആ ഫിഇലിന് നെസ്ബേ ചെയ്യുള്ളൂ, റഫ് ഒരിക്കലും കൊണ്ടുപോയി ചെയ്യൂല. അതുപോലെ തന്നെ കെസറും ചെയ്യൂല, ഫത്ത് നെസ്ബ് മാത്രമേ ചെയ്യുള്ളൂ മക്കളെ. നോക്കൂ, മുംകിനു കുഡ് യു പ്ലീസ്, നിനക്ക് സാധിക്കുമോ? അൻ തഗ്ലബമായി, എൻ്റെ കൂടെ കളിക്കാൻ. അൻ തഗ്ലബ മഅൽ അസ്തിഖ, എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ നിനക്ക് കഴിയുമോ? നോക്കൂ, അൻ തദ്ഹബ ഇലൽ മത്ജർ, നിനക്ക് അങ്ങാടിയിലേക്ക് പോകാൻ വേണ്ടി കഴിയുമോ എന്നാ ചോദിക്കുന്നത്. അപ്പം എങ്ങനെ? മുംകിനു നിനക്ക് സാധിക്കുമോ. അപ്പം നമ്മൾ ഒരാളോട് നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാനുള്ള അറബി പ്രയോഗം എന്താ? മുംകിനു എന്നാണ് ചോദിക്കേണ്ടത്. എന്താണ്? മുംകിനു അല്ലേ? നിനക്ക് ഈ ഫുഡൊന്ന് കഴിക്കാൻ കഴിയോ? അല്ലെങ്കിൽ നിനക്ക് ടൂർ പോകാൻ സാധിക്കുമോ? നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ കഴിയോ? അപ്പോൾ എൻ്റെ കൂടെ വരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? മുംകിനു എന്നുള്ളതാണ് ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പോൾ മുംകിനു എന്നുള്ളതിന് ശേഷം അൻ തദ്ഹബ. നോക്കൂ, അൻ തദ്ഹബ, നിനക്ക് പോകാൻ വേണ്ടി സാധിക്കുമോ അല്ലേ? അൻ തദ്ഹബ. അൻ എന്നുള്ള ശേഷം മുളാരിയായിട്ടുള്ള ഫീല് വന്നു. ആ മുളാരിയായ ഫീലിന് തദ്ഹബ, ബാഇന് എന്താണുള്ളത്? ഫത്ത് ആണ്, നെസ്ബാണുള്ളത്. കാരണം എന്താ? തൊട്ട് മുന്നേ അന്ന് സംഭവിച്ചു. മുളാരിയായ ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? 4 അക്ഷരമുള്ളതിനാണ് എന്തെന്ന് പറയാ? മുളാരിയായിട്ടുള്ള ഫീൽ എന്ന് പറയാ. നോക്കൂ, അപ്പോൾ അൻ തഅലബ, കളിക്കാൻ വേണ്ടി അല്ലേ? അപ്പം നിനക്ക് കളിക്കാൻ വേണ്ടി, എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി നിനക്ക് സാധിക്കുമോ? അപ്പം പഠിച്ചു വെച്ചോളാം മക്കളെ. അൻ എന്നുള്ള ഹർഫിന് ശേഷം വരുന്ന മുളാരിയായ ഫീലിന് എപ്പോഴും നെസ്ബേ വരൂ സാറേ, നെസ്ബേ വരുള്ളൂ. ഒരിക്കലും റഫും വരൂല, ഒരിക്കലും കെസറും വരൂല. ഓക്കെ ആണോ? സെറ്റാണോ? നോക്കൂ, ഇനി നമ്മൾ ബാക്കി വീണ്ടും പോവാണ്. മുറാസിൽ വീണ്ടും റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, മാ നശാത്തുക ബിത്തർഫിയത്തിൽ അഖ്ലി, നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബുദ്ധിയെ, അതായത് നിങ്ങളുടെ മാനസിക നിലയെ നിങ്ങൾ എങ്ങനെ കെയർ ചെയ്യുന്നു ചോദിച്ചപ്പോൾ അബ്ദുള്ള പറഞ്ഞത് നദ്റത്തി നഹ്വുൽ ഹയാത്തി നദ്റത്തിൽ ഈജാബിയ, ഞാൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ പറ്റിപ്പോകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും നെഗറ്റീവുകൾ മാത്രം ചിന്തിച്ച് കൂട്ടുക. എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ ചിന്തിക്കാതെ എനിക്കതിനൊന്നും സാധിക്കൂല, എനിക്കതൊന്നും പറ്റൂല സാറേ, എന്നെ കൊണ്ടതൊന്നും നടക്കൂല സാറേ എന്നുള്ള നെഗറ്റീവ് ചിന്താഗതിയാണ് നമ്മുടെ തലയിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് എപ്പോഴും കടന്നു വരുന്നത്. Then my dear students, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെയും എന്ത് ചെയ്യുക? നമ്മൾ പോസിറ്റീവായിട്ട് സമീപിക്കുക. ആ സമയത്ത് നമ്മുടെ മാനസിക നില എന്ത് ചെയ്യും? നല്ലോണം മെച്ചപ്പെടും. Then listen my dear students, ഇവിടെ പറഞ്ഞിട്ട് നോക്കൂ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യനിലയെ മെച്ചപ്പെടുത്തുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ മാനസിക നിലയെ നിങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, നവൽ ഹയാത്തി നദ്റത്തിൻ ഈജാബിയ. ഈജാബിയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്തകൾ. അപ്പം നദ്റത്തിൻ ഈജാബിയ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചിന്തകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ചിന്തിക്കുന്നത്. അപ്പം നെഗറ്റീവുകൾ ഞാൻ എന്താറില്ല? ചിന്തിക്കാറില്ല. അജിദു റാഹത്ത് ഫി ഖലാഹിൽ ഔഖാത്തി മഹ അഖാരിബി വാസ്തികായ്. എന്നിട്ട് അദ്ദേഹം വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ സമയങ്ങളെ ക്രമീകരിക്കൽ. നോക്കൂ, ഫി ഖലാഹിൽ ഔഖാത്തി, ഞാൻ എൻ്റെ സമയത്തെ എന്ത് ചെയ്യുന്നു? തൃപ്തിപ്പെടുത്തുന്നു, ക്രമീകരിക്കുന്നു. എൻ്റെ കുടുംബക്കാരുടെ കൂടെയും എൻ്റെ കൂട്ടുകാരുടെ കൂടെയും ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ സമയത്തെ ചിലവഴിക്കുന്നു. അപ്പോൾ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കുത്തിരുന്ന് 24 മണിക്കൂറും ഫോൺ കളിക്കുന്ന ഒരുത്തൻ്റെ മാനസിക നിലയും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി കൂട്ടുകാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് കുടുംബക്കാരോടൊക്കെ ഒന്ന് കൂട്ടിക്കൂടി ആ നല്ലൊരു ബന്ധവുമുള്ള ആ ഒരു ഹൃദയവും ആ ഒരു മനസ്സും ആ ഒരു മനുഷ്യനും വളരെ ഡിഫറൻ്റ് അല്ലേ? നോക്കൂ, 24 മണിക്കൂറും പെസ് അതുപോലെ തന്നെ പബ്ജി പോലത്തെ ഗെയിമുകളിൽ കളിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികത വളരെ ദുർബലമായിരിക്കും അല്ലേ? പെട്ടെന്ന് സങ്കടപ്പെടുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന, എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. പക്ഷെ നേരെ മറിച്ച് വേറൊരാളാണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിൽ ഇങ്ങനെ ആ കുട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റാളുകൾ എന്ത് ചെയ്യും? കടന്നു വരും. കാരണം എന്താ? അവൻ കൂട്ടുകൂടുന്നത് അതുപോലെ തന്നെ അവൻ്റെ ചിന്തയുടെ ക്രമീകരണമൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് നീക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കമാ അജിദു അൽ മുത്അത്തു ഫി തആയിശു മഅ തബിയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? എപ്പോഴും എന്ത് ചെയ്യുന്നു? സഹവർത്തിത്വവും അതുപോലെ തന്നെ സന്തോഷവും ഞാൻ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. അപ്പോൾ അവർക്കിടയിൽ എപ്പോഴും സഹവർത്തിത്വത്തെയും അതുപോലെ തന്നെ സന്തോഷത്തെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അൽ മുറാസിൽ റിപ്പോർട്ടേഴ്സ് ചോദിക്കുകയാണ്, അല്ലദേക അയ്യ വസിയത്തിൽ ജീൽ ജദീദ്. ഇതാണ് ഇവിടെ
ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്. നോക്കൂ, അല്ലദൈക, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ലതും നൽകാനുണ്ടോ? ആർക്ക്? അയ്യു വസീയത്തിൻ, എന്തെങ്കിലും ഒരു ഉപദേശം, അല്ലേ? വസീയത്ത്, ഉപദേശം. ഈ തലമുറ, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന തലമുറയ്ക്ക് ഉപദേശം കേട്ടേ ഇഷ്ടമല്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാലോ വലിയ ആള് ഓൻ ഉപദേശിക്കാൻ വന്നാണ്, അല്ലേ? എപ്പോഴും എന്താണ്, ഉപദേശത്തെ ഒന്നും ഇഷ്ടമില്ലാത്തൊരു തലമുറയാണ് നമ്മൾ. അപ്പം ചോദിക്കുകയാണ്, അയ്യു വസീയത്തിൽ ജീലിൽ ജദീദ്, ഈ ന്യൂ ജനറേഷന്, പുതിയ തലമുറ, അതിനാണ് എന്തെന്ന് പറയുക, ജീലിൽ ജദീദ്, പുതിയ തലമുറ, ന്യൂ ജനറേഷന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഉപദേശം നിങ്ങൾ എടുത്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ നമ്മൾ അബ്ദുള്ള പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും എൻ്റെ കയ്യിലുണ്ട്. എന്താണ്? അൽ ഹിഫാദു അൽ ലിയാഖത്തിൽ ബദനിയ. പറയാണ് എന്ത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ശരീരത്തെ നല്ലവണ്ണം എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കണം, അല്ലേ? അപ്പം നല്ല ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ കെട്ടിപ്പടുത്തണം. അതുപോലെ തന്നെ ഇഹ്തിമാം ബിൽ വദാഇസി, നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളെ ക്രമീകരിക്കണം. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങളെ ക്രമീകരിക്കണം. നിങ്ങളുടെ ശരീരത്തിന് എന്ത് ചെയ്യണം? ഫോക്കസ് കൊടുക്കണം. അപ്പോൾ ശരീരത്തിൻ്റെ ഫിറ്റ്നസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോക്കസ് കൊടുക്കണം. അപ്പോൾ നല്ലൊരു ശരീരത്തെ എന്ത് ചെയ്യണം? മെച്ചപ്പെടുത്തിയെടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡുകൾ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നശാത്തിൽ ബദനീയ തഹാബിന് ആവശ്യം, നിങ്ങൾ എന്ത് ചെയ്യണം? സഹവർത്തിത്വത്തോടു കൂടെയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടെയും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തിയെടുക്കണം. അപ്പം നമ്മളോട് അബ്ദുള്ള പറയുന്ന കാര്യങ്ങളാണ് എന്ത്? നിങ്ങളുടെ ഫിറ്റ്നസ്സിനെ, അല്ലേ, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിലെ ക്രമീകരണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഖ്ലിയായിട്ടുള്ള മാനസികപരമായിട്ടുള്ള ആ ഒരു നിലയെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രമീകരിക്കണം, നല്ലതാക്കണം. മുറാസിൽ പറയാണ്, ശുക്രല്ലി ഉസ്നി തഹാവുനിക്ക് മഅന, ഞങ്ങളുടെ കൂടെ ചിലവഴിച്ച ഈ സമയങ്ങൾക്ക് നിങ്ങൾക്ക് നന്ദി. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യട്ടെ? ഒരുപാട് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അബ്ദുള്ള പറയാണ്, ഹയ്യാക്കും അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ? സ്വീകരിക്കട്ടെ. മഅസ്സലാമ, അല്ലേ? എല്ലാവിധ സംരക്ഷണം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ പിരിഞ്ഞു പോവുകയാണ്. നോക്കൂ മക്കളെ, നമ്മളോട് പറഞ്ഞത് എന്താ അറിയോ? നുറാജി ഉൽ മുഖാബല കലിമത്തു തഹദീബിയ. ഈ കലിമത്തു തഹദീബിയ എന്ന് പറഞ്ഞാൽ ആശംസാ വാക്കുകൾ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ആശംസകൾ പ്രശംസിച്ച് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ചില പ്രശംസാ വാക്കുകൾ നമ്മളോട് എഴുതിയെടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സെറ്റല്ലേ മക്കളെ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? നോക്കൂ, വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നിർത്തും. 22 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക? ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പം കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? സെറ്റായിട്ടിരിക്കുക. സാറിൻ്റെ ക്ലാസ് മനോഹരമായിട്ട് കേട്ടിരിക്കുക. നോക്കൂ മക്കളെ, നമ്മളോട് കലിമത്ത് തഹദീബിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എത്ര സിമ്പിളാണ്. ഒരു ഉദാഹരണം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നുഖദ്ദിമു അജ്മല തഹാനി, അതിനനുസരിച്ചുള്ള ഒരു കലിമത്ത് തഹദീബ് ഉണ്ടാക്കാൻ മതി. മിൻ ഫളിക്, അല്ലേ? അതുപോലെ തന്നെ മാഷാ അല്ലാ, അതുപോലെ തന്നെ ശുക്രൻ. ഇത് മൂന്നും എന്താണ് മക്കളെ? കലിമത്ത് തഹദീബിയാണ്. ഇത് മൂന്ന് മാത്രമാണോ പാഠഭാഗത്തിലുള്ളത്? അല്ല. ഹയ്യാക്കുമുള്ള, അതുപോലെ തന്നെ മഅസ്സലാമ, ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? കലിമത്ത് തഹദീബിയെ പെട്ടതാണ്. നോക്കൂ, മഅസ്സലാമ, അതുപോലെ തന്നെ ഹയ്യാക്കുമുള്ള, ഇതൊക്കെ എന്താണ് മക്കളെ? കലിമത്ത് തഹദീബിയയിൽ ഭാഗങ്ങളാണ്, അല്ലേ? ഇതൊക്കെ നമ്മൾ ഒരാളെ പ്രശംസിക്കാൻ വേണ്ടിയും ഒരാളെ ആശംസിക്കാൻ വേണ്ടിയും പറയുന്ന വാക്കുകളാണ്. നോക്കൂ, അടുത്ത നോക്കുക, റിയാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്പോർട്സ് ഐറ്റം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ചില സ്പോർട്സ് ഐറ്റങ്ങളെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ്. നോക്കൂ മക്കളെ, റുകൂബുൽ ദറാജ എന്ന് പറഞ്ഞാൽ എന്താ? സൈക്ലിംഗ്, അല്ലേ? സൈക്ലിങ്ങിനാണ് എന്തെന്ന് പറയാ? നോക്കൂ, ഈ ഫോട്ടോത്തിൽ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞാട്ടെ. സൈക്കിൾ ഓട്ടുന്നുണ്ട്. ഈ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? സൈക്കിൾ ഓട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റുകൂബ് ദറാജ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സൈക്ലിങ്ങിനാണ് എന്തെന്ന് പറയുക? റുകൂബ് ദറാജ എന്ന് പറയുക. നോക്കൂ മക്കളെ, അടുത്തത് നോക്കൂ, ലോങ് ഹൈ ജമ്പ് ആണ്. നോക്ക്, ഹൈ ജമ്പിന് എന്താ പറയുക? അൽ ഖഫ്സുൽ ബിൽ അസ, അല്ലേ? അൽ ഖഫ്സു ബിൽ അസ, വടി കൊണ്ട് എന്ത് ചെയ്യൂ? വടി ഇങ്ങനെ കുത്തി ഉയരത്തിൽ ഇങ്ങനെ ചാടുന്ന ഒരു ചാട്ടമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനാണ് എന്തെന്ന് പറയുക? അൽ ഖഫ്സു ബിൽ ഹസ എന്ന് പറയുക. നോക്കൂ, അൽ മാരാസൂൺ എന്ന് പറഞ്ഞാൽ എന്താ? മാരത്തോൺ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? 5ഉം 10ഉം കിലോമീറ്ററുകൾ എന്ത് ചെയ്യും? നിർത്താതെ ഓടും. ഈ കാലഘട്ടത്തിലുള്ള ട്രെൻഡാണ് എന്ത്? നമ്മുടെ പെരുമണ്ണയിൽ നിന്ന് എന്ത് ചെയ്യുക? കോഴിക്കോട് ബീച്ച് വരെ ഓടുക. എന്തിന്? 2 മന്തിക്ക്. പാട വരെ ഓടിയാലും ഓർക്ക് എന്ത് ചെയ്യൂ? 2 മന്തി സ്പോൺസർ. അപ്പോൾ അൽ മാരാസൂൺ എന്ന് പറഞ്ഞാൽ മാരത്തോൺ മത്സരം. നോക്കൂ, ഈ ഫോട്ടോത്തിൽ കണ്ടില്ലേ ഒരുപാട് ആളുകൾ ഓടുന്നത്. അപ്പോൾ മാരാസൂൺ എന്ന് പറഞ്ഞാൽ മാരത്തോൺ ആണെന്ന് പഠിച്ചു വെക്കുക. ഓരോ സ്പോർട്സ് ഐറ്റംസിനെ കുറിച്ച് ഒരു പക്ഷേ എന്ത് ചെയ്യും? എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ മാരാസൂൺ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതാൻ പറ്റണം എൻ്റെ മക്കൾക്ക്. അതുകൊണ്ട് തന്നെ മാരാസൂൺ എന്നുള്ളത് നമ്മുടെ മാരത്തോൺ ആണ് എന്ത് ചെയ്യണം?
ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചു വെക്കണം. നോക്കൂ അടുത്തത് എന്താ, ഡിസ്ക് ത്രോ ആണ് അല്ലേ. ഡിസ്ക് ത്രോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്കൂളുകളിൽ കായികമേളയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു പക്ഷേ എറിഞ്ഞിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ. അപ്പോൾ ആ ഡിസ്ക് ത്രോക്ക് എന്താ അറബി പറയുക, റംഇയുൽ ഖർസ് എന്നുള്ളതാണ് എന്തെന്ന് പറയുക, ഡിസ്ക് ത്രോക്ക് പറയുക. അപ്പോൾ റമിയുൽ ഖർസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ത്രോ ആണ്. അടുത്ത നോക്കൂ മക്കളെ, ഹാമർ ത്രോ ആണ്. ഹാമർ ത്രോക്ക് എന്താ പറയുക, അൽ റമിയുൽ മുത്തുറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാമർ ത്രോ ആണ്. അപ്പോൾ റമിയുൽ ഖർസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ത്രോ ആണ്, റമിയുൽ മുത്തുറക്ക എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാമർ ത്രോ ആണ്. നോക്കൂ അടുത്തതെന്താ, നീന്തലാണ് അല്ലേ, മനോഹരമായിട്ട് നീന്തുന്നതാണ്. അതിനെന്താ പറയുക, സിബാഹ. ആ സിബാഹ എന്ന് പറയുന്നതാണ് എന്ത്, നീന്തൽ. അപ്പോൾ നീന്തലിൻ്റെ അറബി വാക്കാണ് എന്ത്, സിബാഹ എന്ന് പറയുന്നത്. നോക്കൂ നമ്മൾ ഡിസ്ക് ത്രോക്ക് നമ്മൾ പറഞ്ഞു, അർ റമിയുൽ ഖർസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹാമർ ത്രോക്ക് നമ്മൾ എന്ത് പറഞ്ഞു, റമിയുൽ മുത്രക്ക എന്ന് പറഞ്ഞു. നീന്തൽ നമ്മൾ എന്ത് പറഞ്ഞു മക്കളെ, സിബാഹ എന്ന് പറഞ്ഞു. നോക്കൂ അടുത്തതെന്താ, എന്താണ്, ഷോർട്ട് പുട്ട് അല്ലേ. ഷോർട്ട് പുട്ട് എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത്, റമിയു സക്കൽ എന്നാണ് പറയുന്നത്. ഷോർട്ട് പുട്ട് നല്ല 10 അതുപോലെ തന്നെ 5 വെയിറ്റുള്ള സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തെടുത്തില്ല ഒരൊറ്റ ഏറ്, അതിനാണ് എന്തെന്ന് പറയുക, റമിയു സക്കൽ, എന്താണ്, ഷോർട്ട് പുട്ട്. അടുത്ത നോക്കൂ ജാവലിംഗ് ത്രോ എറിഞ്ഞിട്ടുണ്ടോ, നീളമുള്ള വടിയായിരിക്കും. ഈ ഫോട്ടോ കണ്ടാൽ തിരിയും. ഈ നീളമുള്ള നീരജ് ചോപ്ര അല്ലേ, ജാവലിംഗ് ത്രോയിൽ നീരജ് ചോപ്ര എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഗോൾഡൻ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ റമിയുർ റഹ്മ് എന്നുള്ളതാണ് എന്ത്, ജാവലിംഗ് ത്രോക്ക് പറയാ. നോക്കൂ മക്കളെ പഠിച്ചോ. ഇനി അടുത്ത് നോക്കൂ, അസിബാക്കുൽ ജവാജീസ് അൽ സിബാക്കുൽ ഹവാജീസ് എന്ന് പറഞ്ഞാൽ എന്താ, ചാട്ടത്തിന് അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ചാട്ടത്തിന് എന്താണ് പറയുക, റമിയുൽ ഹവാജീസ് എന്നാണ് പറയുക. അപ്പോൾ ചില സ്പോർട്സ് ഐറ്റംസുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഈ സ്പോർട്സ് ഐറ്റംസുകളെ പേരുകളൊക്കെ എന്തായിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ എന്ത് ചെയ്യുക, നല്ല മാർക്ക് എന്ത് ചെയ്യുക മക്കളെ, എക്സാമിന് വാങ്ങാം. ഓക്കെ ആണോ? ഇനി നോക്കൂ, ലക്കിയസ്വദീഖാൻ ഫിൽ മസാരി വഹുമാ ഷാരിഖാൻ ഫിൽ ഒളിമ്പിയ അൽ ഖരിയ. ഈ ഗ്രാമത്തിലുള്ള ഒളിമ്പിക്സിൽ എന്ത് ചെയ്യാണ്, പങ്കെടുക്കുന്ന 2 ആളുകൾ എന്താണ്, ഈ ട്രാക്കിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ 2 സഹോദരന്മാർ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന, അതായത് ഗ്രാമത്തിലെ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന 2 വിദ്യാർത്ഥികൾ പരസ്പരം കണ്ടുമുട്ടുന്നു. പിന്നീട് എന്ത് ചെയ്യാണ്, അവർക്കിടയിൽ എന്ത് ചെയ്യാണ്, ഒരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ സംഭാഷണം നമ്മളുടെ ഭാഷയിൽ എന്ത് ചെയ്യാനാണ്, എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ സാർ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു ഫോർമാറ്റ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏത് സംഭാഷണം എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. അപ്പോൾ നോക്കൂ, ഞാൻ സാർ ഇവിടുത്തെ എഴുതി തന്ന ചില ഉദാഹരണങ്ങൾ എന്താ, ഒരു രാജു അതുപോലെ തന്നെ രാമു എന്ന് പറയുന്ന 2 സഹോദരന്മാരാണ്, 2 സുഹൃത്തുക്കളാണ്. നോക്കൂ, രാജു പറയാണ്, നമ്മളൊരാളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ രാജു രാമു ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തത്, അഹിലൻ അല്ലേ, അഹിലൻ വസായിലൻ, അഹിലൻ വെൽക്കം അല്ലേ. നമ്മളൊരാളോട് കണ്ടാൽ എന്ത് ചെയ്യും, വെൽക്കം, പ്ലീസ് വെൽക്കം എന്നൊക്കെ പറയും. അതേപോലെ തന്നെ അഹിലൻ വെൽക്കം മത്താ വസൽത്ത്, നീ എപ്പോഴാണ് എത്തിയെന്ന് ആരോട് ചോദിച്ചു, രാജു രാമുവിനോട് ചോദിച്ചു. അപ്പോൾ രാമു പറഞ്ഞു അഹിലൻ വസാഹില അല്ലേ, നിനക്കും എന്ത് ചെയ്യട്ടെ, വെൽക്കം, നിനക്കും സ്വാഗതം. അൽ വസൽത്തു അൽ ഞാൻ എന്ത് ചെയ്തു, ഈ സമയത്ത് ഇപ്പോഴാണ് ഞാൻ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ രാജു പറഞ്ഞു, രാമു ആദായോമുൽ ജമീൽ അല്ലേ, ഇന്നേ ദിവസം എന്താണ്, വളരെ ഭംഗിയുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ രാമു പറയാണ്, അതെ, അൽ യോമു സുറൂറും ഫി കരിയത്തിന, നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം എന്താണ്, വളരെ മനോഹരമായിട്ടുള്ള ദിവസമാണ്. കാരണം എന്താ, രാമുവിനോട് പറയുകയാണെന്ത്, രാജു പറയാണെന്ത്, ഹലറ ജമീ ഉൽ മുഖബ്ബിരീന, നമ്മുടെ എല്ലാ ആളുകളും, എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ദിവസം നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ രാമു പറയാണ്, അജീബൻ ജിദ്ദൻ, എത്ര വലിയ അത്ഭുതമാണ് അല്ലേ. അപ്പോൾ ചെറിയ കുട്ടികൾ, വലിയ പ്രായമുള്ള ആളുകൾ, അതുപോലെ തന്നെ കൗമാരക്കാർ, എല്ലാ കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ രാജു പറയാണ്, ചോദിക്കുകയാണെന്ത്, ആ തുഷാരിഖ് ഫിൽ മുസാബക്ക, നീ വല്ല മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ടോ? അപ്പോൾ നമ്മൾ രാമു പറഞ്ഞു ഞാൻ അല്ലേ. അപ്പോൾ രാമുന് എന്ത് പറയാ, ഞാൻ പങ്കെടുക്കുന്നു. ഏതിൽ, ഉഷാരിക്കു, ഏതെങ്കിലും ഒരു മത്സരം പറയാ, ഉഷാരിക്കു ഫി സിബാഹ, അല്ലെങ്കിൽ ഉഷാരിക്കു റമിയു സക്കൽ എന്ത് ചെയ്യുക പറയാ അല്ലേ. ഉഷാരിക്കു, ഞാൻ പങ്കെടുക്കുന്നു ഏതിൽ, ഫി റമിയു സക്കൽ. അപ്പോൾ പിന്നീട് എന്ത് പറയാ, ഓക്കെ മഅസ്സലാമ അല്ലേ, അല്ലെങ്കിൽ മഅസ്സലാമ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ശുക്രൻ ലക്കും, അല്ലെങ്കിൽ മഅസ്സലാം. അപ്പോൾ നമ്മൾ രാജു പറയുന്നത് ശുക്രൻ. അപ്പോൾ എന്ത് ചെയ്യുക, രാജു പറഞ്ഞെന്ത് ശുക്രൻ. അപ്പോൾ എന്ത് പറയാ, നമ്മളെ രാമുവിന് എന്ത് പറയാ, രാമുന് പറയാ എന്ത് അഫുവൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ സംഭാഷണം അവസാനം
അവസാനിപ്പിക്കുക. അപ്പോൾ ചെറിയൊരു സംഭാഷണത്തിൻ്റെ ചെറിയൊരു ഹിവാറിൻ്റെ കോൺവെർസേഷൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. എക്സാമിന് ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഓക്കെ ആണോ? ഈ ചാപ്റ്റർ ഓക്കെ ആണോ? ഏറ്റവും ലാസ്റ്റത്തെ വർക്ക് എന്താ? തുഖാമു ഹഫ്ലത്തുൽ ഹീതാമിൽ ഒളിമ്പിയൽ ഖരിയ ഫിൽ ഇസാത്ത് നുഇദ് ബലാഗൻ അനിൽ അഫ്ല. നമ്മളോട് പറയാണ് ഈ ക്ലോസിംഗ് സെറമണി. അപ്പോൾ നമ്മുടെ കരയത്തിൻ്റെ ഗ്രാമത്തിൻ്റെ ഒളിമ്പിക്സിൻ്റെ ക്ലോസിംഗ് സെറമണി നടക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ചില എന്ത് ചെയ്യണം, അനൗൺസ്മെൻറ്റുകൾ തയ്യാറാക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, യുർജാൽ ഹുദൂർ അമാമ മിനസ്സത്തി ബിസുർ അല്ലേ. അതേപോലെയുള്ള ഒരു ഉദാഹരണം വെച്ചിട്ട് എന്ത് ചെയ്യണോ, നമ്മളോട് ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സാർ ഇവിടെ 2-3 അനൗൺസ്മെൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. നോക്കൂ, അയ്യുഹൽ മുഷാഹിദൂൻ, ഓ എൻ്റെ കാണികളെ, നമ്മളെ കാണികളെ വിളിച്ച് അനൗൺസ്മെന്റ് ചെയ്യാണ്. യാ അയ്യുഹൽ മുഷാഹിദൂൻ അത്തസ്ഫീഖു തസ്ജീഉൽ കബീർ അല്ലേ. അനൗൺസ്മെന്റ് അങ്ങനെയാണ് ചെയ്യുക അല്ലേ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അനൗൺസ്മെന്റ് ചെയ്യും. അപ്പോൾ അതേപോലെ അറബിയിൽ പറയാണ് അയ്യുഹൽ മുഷാഹിദൂൻ അത്തസ്ഫീഖു തസ്ജീഉൽ കബീർ, പറയാണ് ഉറക്കെ വിളിച്ച് പറയാണ്, ഓ എൻ്റെ കാണികളെ അത്തസ്ഫീഖു തസ്ജീഉൽ കബീർ, നിങ്ങൾ എന്ത് ചെയ്യണം, വളരെയധികം എന്ത് ചെയ്യണം, ആളുകളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു ക്ലാപ്പടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാണികൾക്ക്, ഈ മത്സരാർത്ഥികൾക്ക് വേണ്ടി നൽകണം. എന്താണ് അനൗൺസ്മെന്റ് ചെയ്യാണ്. അപ്പം പഠിച്ചു വെച്ചോളൂ, അയ്യുഹൽ മുഷാഹിദൂൻ അത്തസ്ഫീഖു തസ്ജീഉൽ കബീർ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നൽകണമെന്ന് അനൗൺസ്മെന്റ് വരികയാണ്. അതുപോലെ തന്നെ ഷജഉ അർറിയാളീന ബിത്തസ്ഫീഖ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഷജഉ നിങ്ങൾ ശക്തിപ്പെടുത്തുക, ഷജഉ നിങ്ങൾ ശക്തിപ്പെടുത്തുക, അർറിയാളീന ഈ ഒളിമ്പിക്സിലെ മത്സരാർത്ഥികളെ, കാൻഡിഡേറ്റ്സിനെ നിങ്ങൾ ശക്തിപ്പെടുത്തുക. എന്തുകൊണ്ട്? ബിത്തസ്ഫീഖ്, നിങ്ങളുടെ ക്ലേപ്പടികൾ കൊണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഇവർക്ക് എന്ത് ചെയ്യുക, ഉത്സാഹനം കൊടുക്കുക, ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലേപ്പടികൾ അടിക്കാൻ എന്ത് ചെയ്യും, അനൗൺസ്മെന്റ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത് നോക്കൂ, തബ്ദഉൽ ഖഫ്ലത്തുൽ ഖീതാമു ഫിൽ ഇസ്ദാദി ഫി സാഅത്തിൽ ഖാമിസ, കൃത്യം 5 മണിക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ക്ലോസിംഗ് സെറമണി എന്ത് ചെയ്യും, ആരംഭിക്കും. അപ്പോൾ തബ്ദഹു ലിസൺ അല്ലേ, നമ്മൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക. തബ്ദഹു അൽ അഫ്ലത്തുൽ ഖീതാമുൽ ഫിൽ ഇസ്ദാദ് ഫി സാഅത്തിൽ ഖാമിസ, കൃത്യം 5 മണിക്ക് എന്ത് ചെയ്യും, ഈ പരിപാടി തുടങ്ങുമെന്ന് എന്ത് ചെയ്യുക, നമുക്ക് അനൗൺസ്മെന്റ് ചെയ്യാം. അപ്പോൾ സാർ ഇവിടെ 3 ചില അനൗൺസ്മെന്റുകൾ ഉദാഹരണമാണ് എഴുതിയത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വ്യത്യസ്ത അനൗൺസ്മെന്റുകൾ ഉണ്ടാക്കുക. എന്തായാലും മക്കളെ പഠിച്ചു വെച്ചോളൂ, സെറ്റല്ലേ. അപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. ഈ പാഠത്തിൽ, ഈ ചാപ്റ്ററിൽ ഒരു പക്ഷേ ചോദിക്കാൻ ചാൻസ് ഉണ്ടാവും, 1-2 അനൗൺസ്മെന്റുകൾ എഴുതാൻ. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. തബ്ദഉൽ ഹഫ്ലത്തുൽ ഖീതാം ഫിൽ ഇസ്ദാദ്, ഈ മത്സരത്തിൻ്റെ ഖാത്തിം, ഏറ്റവും അവസാനത്തെ സെക്ഷൻ എന്ത് ചെയ്യും, തബ്ദഉ തുടങ്ങും. എപ്പോൾ? ഫി സാഅത്തിൽ ഖാമിസ, കൃത്യം 5 മണിക്ക്. അയ്യുഹൽ മുഷാഹിദൂൻ, യാ അയ്യുഹൽ മുഷാഹിദൂൻ, ഓ എൻ്റെ ശ്രോതാക്കളെ, കാണുന്നവരെ, കാണികളെ, തസ്ഫീഖു തസ്ജീൽ കബീർ, നിങ്ങൾ എന്ത് ചെയ്യണം, മനോഹരമായിട്ടുള്ള ക്ലാപ്പടികൾ, കയ്യടികൾ, പ്രോത്സാഹനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് നൽകണമെന്ന് തുടങ്ങിയ അനൗൺസ്മെൻറ്റുകൾ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉറപ്പാണ്. ഈ ചാപ്റ്ററിലുള്ള ഒരു പാഠം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ചെറിയൊരു ഹിവാർ, ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തി വരിക. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, പിന്നെന്ത് ചെയ്യുക, നമ്മുടെ സ്പോർട്സ് ഐറ്റംസുകളെ കുറിച്ച് എന്താണ് ഷോർട്ട് പുട്ടിന് പറയുക, റമിയു സക്കൽ. അതുപോലെ തന്നെ എന്താ ജാവലിംഗ് ത്രോ പറയുക, റമിയു റഹ്മ്. അതുപോലെ തന്നെ എന്താ നീന്തലിന് എന്താ പറയുക, അസിബാഹ. അതുപോലെ തന്നെ ഈ ഡിസ്ക് ത്രോക്ക് എന്താണ് പറയുക, റമിയുൽ കറസ്. അതുപോലെ തന്നെ ഹാമർ ത്രോക്ക് എന്താ പറയുക, അൽ റമിയുൽ മുത്തുറക്ക. അതുപോലെ തന്നെ മാരത്തോൺ എന്താ പറയുക, അല്ലെ മാരാസോൺ. അതുപോലെ തന്നെ സൈക്ലിങ്ങിന് എന്താ പറയുക, അൽ റുക്കൂബ് ദറാജ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ തഹദീബിയായിട്ടുള്ള ചില വാക്കുകൾ, മിൻ ഫളിക, മാഷാ അല്ലാഹ്, ശുക്രൻ, മഅസ്സലാമ, ഹയ്യക്കും അയ്യാക്കുമുള്ള എന്ന് തുടങ്ങി എന്ത് ചെയ്യുക, തഹദീബിയായിട്ടുള്ള ആശംസ വാക്കുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചാൽ എൻ്റെ മക്കളെ ഈ ക്ലാസ് കേട്ട എക്സാം വിന്നറിലെ ഈ ചാപ്റ്ററിനെ കുറിച്ചായിട്ട് പഠിച്ച ഈ ചാപ്റ്റർ എക്സാം വിന്നറിൽ കേട്ട എൻ്റെ കുട്ടികൾക്ക് 1 മാർക്ക് പോലും ഈ ചാപ്റ്ററിൽ നിന്ന് കുറയൂല, സാറ് ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ ഇപ്പം തന്നെ കുത്തിരിക്കുക, നല്ല മര്യാദയ്ക്ക് എന്ത് ചെയ്യുക, നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാം വരുമ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ദെൻ എല്ലാവരോടും ഞാൻ പറയുന്നു, അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമായിരുന്നു, അൻ എന്ന് പറയുന്ന ഹർഫിന് ശേഷം മുലാരിയായിട്ടുള്ള ഫിഇലെ സംഭവിക്കൂ. ആ മുലാരിയായിട്ടുള്ള ഫിഇലിന് എപ്പോഴും നസ്ബാണ് ചെയ്യുക, ഫതഹാണ് ചെയ്യുക അല്ലേ. സുക്കൂനുണ്ട്, കെസറുണ്ട്, ഫതഹുണ്ട്. അതിൽ മുലാരിയായ ഫിഇൽ നോക്കൂ, തതകല്ലമ, അതുപോലെ തന്നെ തൽഗബ, തദ്ഹബ, അവിടെയൊക്കെ എന്താണ് മുലാരിയായ ഫിഇലിന്
ഫത ആണ് ചെയ്തത്, നെസ്ബാണ് ചെയ്തത്. സാറ് സെറ്റാണ്, സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റാണെന്ന് മക്കൾ സാറ് വിശ്വസിക്കുന്നു, മക്കൾക്ക് മനസ്സിലായെന്ന് സാറ് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പോവാണ്. വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിലത്തെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ട നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കണം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ അറിയിക്കണം. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, അതിനനുസരിച്ചുള്ള മെച്ചപ്പെടുത്തലുകൾ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ നിർബന്ധമായിട്ട് ഇടുക. എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിർബന്ധമായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടെ, ഉന്മേഷത്തോടു, ആവേശത്തോടു കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.